നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. രാജീവ് ചന്ദ്രശേഖർ കേന്ദ്രമന്ത്രിയായതോടെ ഏഷ്യാനെറ്റ് അടപടലം മാറും. വൻ മാറ്റങ്ങൾക്ക് ഏഷ്യാനെറ്റ് ഒരുങ്ങുന്നതായി BJP നേതാക്കൾ തന്നെ സൂചന നൽകുന്നു. മാതൃഭൂമിയുടെ പത്രാധിപർ സ്ഥാനത്ത് നിന്ന് രാജിവെച്ച മനോജ് കെ ദാസ് ഏഷ്യാനെറ്റിൻ്റെ തലപ്പത്തെത്തും. ഹൈന്ദവ സംഘടനകൾക്ക് ഏറെ പ്രിയപ്പെട്ടയാളാണ് മനോജ് കെ ദാസ്. മനോജ് കെ ദാസിനെ ഏഷ്യാനെറ്റിൻ്റെ തലപ്പത്തെത്തിച്ച് BJPയുമായുള്ള ആ എതിർപ്പുകൾ ഇല്ലാതാക്കാനാണ് ഒരു വിഭാഗം ശ്രമിക്കുന്നത്. ഇന്ത്യൻ എക്സ്പ്രസ്, ടൈംസ് ഓഫ് ഇന്ത്യ തുടങ്ങിയ പത്രങ്ങളിൽ ദീർഘനാളത്തെ അനുഭവ സമ്പത്തുണ്ട് മനോജ് കെ ദാസിന്. ഹരീഷിൻ്റെ മീശ നോവൽ വരുത്തിയ ക്ഷീണം മാറ്റാനായിരുന്നു മാതൃഭൂമിയുടെ അമരത്തേക്ക് മനോജ് കെ ദാസിനെ കൊണ്ടുവന്നത്. ലക്ഷക്കണക്കിന് കോപ്പികൾ മീശ വിവാദത്തെ തുടർന്ന് മാതൃഭൂമി ദിനപത്രത്തിന് കുറഞ്ഞതോടെ മനോജ് കെ ദാസ് പാഞ്ഞെത്തി. അന്ന് NSS അംഗങ്ങളടക്കം പത്രം നിർത്തുകയുണ്ടായി. ഒടുവിൽ MB വീരേന്ദ്രകുമാർ പെരുന്നയിലെത്തി G സുകുമാരൻ നായരെ നേരിട്ട് കണ്ട് സഹകരണം അഭ്യർത്ഥിച്ചു. എങ്കിലും പത്രത്തിന് പഴയ ഉയരങ്ങളിലെത്താൻ കഴിഞ്ഞില്ല. തുടർന്നായിരുന്നു മാതൃഭൂമിയുടെ പത്രാധിപർ കമൽറാം സജീവിനെ പിരിച്ചുവിട്ടത്. മനോജ് കെ ദാസിനെ പത്രത്തിലേക്ക് കൊണ്ടുവന്നുവെങ്കിലും മാതൃഭൂമിയിൽ കാര്യമായ വളർച്ചയുണ്ടാക്കാൻ കഴിഞ്ഞില്ല. എങ്കിലും വളരെ സൂക്ഷിച്ചു തന്നെയാണ് പിന്നീട് മാതൃഭൂമിയുടെ പോക്ക്. ഒരു വിധത്തിലും ഹൈന്ദവ സംഘടനകളെ പിണക്കാൻ പിന്നീട് മാതൃഭൂമി തയ്യാറായില്ല. ഇപ്പോഴിതാ മോദി സർക്കാരിൻ്റെ ആദ്യ മന്ത്രിസഭാ പുനഃസംഘടനയിൽ രാജീവ് ചന്ദ്രശേഖറിന് മന്ത്രിസ്ഥാനം ഉറച്ചിരിക്കുന്നു. ഫലത്തിൽ രാജീവ് ചന്ദ്രശേഖർ മലയാളിയാണെങ്കിലും ജനിച്ചതും വളർന്നതുമൊക്കെ കേരളത്തിന് പുറത്താണ്. ബംഗളൂരുവിൽ സ്ഥിരതാമസമാക്കിയ രാജീവ് ചന്ദ്രശേഖർ അക്ഷരാർത്ഥത്തിൽ ഒരു കർണാടകക്കാരനാണ്. പുതുച്ചേരി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ NDAയെ വിജയത്തിലെത്തിക്കുന്നതിൽ അസാധാരണ പങ്ക് വഹിച്ച ആൾ എന്നുള്ള നിലയിൽ തന്നെയാണ് ഇക്കുറി മന്ത്രിസ്ഥാനം ഉറപ്പിച്ചത്. എന്നാൽ കഴിഞ്ഞ കുറേ കാലങ്ങളായി കേരളത്തിലെ ഏഷ്യാനെറ്റും BJPയും തമ്മിൽ പരസ്പരം വലിയ വഴക്കിലാണ്. ഈ സംഘർഷം ലഘൂകരിക്കാൻ ഒരു തരത്തിലും രാജീവ് ചന്ദ്രശേഖരന് കഴിഞ്ഞില്ല എന്നത് മറ്റൊരു വശം. പുതുച്ചേരിയിൽ BJPയുടെ തെരഞ്ഞെടുപ്പ് ചുമതലകളിൽ മുഖ്യ പങ്കാണ് രാജീവ് ചന്ദ്രശേഖർ വഹിച്ചത്. പുതുച്ചേരിയിലും കർണാടകയിലുമൊക്കെ BJP നേതാക്കളുമായി അടുത്ത ബന്ധമാണ് രാജീവ് ചന്ദ്രശേഖരനുള്ളത്. 2006 രാജീവ് ചന്ദ്രശേഖർ ആരംഭിച്ച വ്യവസായ സംരംഭമാണ് ജൂപ്പിറ്റർ ക്യാപിറ്റൽ എന്ന സ്ഥാപനം. ഏഷ്യാനെറ്റ് ന്യൂസ്, സുവർണ, കന്നഡപ്രഭ തുടങ്ങിയ മാധ്യമ സ്ഥാപനങ്ങൾ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളുടെ വലിയ ഓഹരികൾ കൈയാളുന്ന ബൃഹത് സ്ഥാപനമാണ് ഈ ജൂപ്പിറ്റർ ക്യാപിറ്റൽ. ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ ചെയർമാനായിരുന്നു നേരത്തെ രാജീവ് ചന്ദ്രശേഖർ. വീണ്ടും രാജ്യസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടതിനെ തുടർന്ന് അദ്ദേഹം തൻ്റെ സ്ഥാനം രാജിവെക്കുകയായിരുന്നു. 2006 കർണാടകയിൽ നിന്ന് ആദ്യമായി സ്വതന്ത്രനായും പിന്നീട് 2012 BJP പിന്തുണയോടെയും രാജ്യസഭയിലെത്തി. 2018 BJPയിൽ ചേർന്നാണ് വീണ്ടും രാജ്യസഭയിലേക്ക് അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടത്. ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ മുഖ്യ ഓഹരി പങ്കാളിത്തമുള്ള രാജീവ് ചന്ദ്രശേഖർ എങ്ങനെ BJP മന്ത്രിസഭയിൽ അംഗമായി? കേരളത്തിലെ BJP നേതാക്കളെ സംബന്ധിച്ച് ഇത് വലിയ ചോദ്യചിഹ്നമാവും. ഈ അടുത്ത കാലത്താണ് ഏഷ്യാനെറ്റ് ന്യൂസുമായി സഹകരിക്കേണ്ടതില്ല എന്ന് കേരളത്തിലെ BJP ഘടകം ഔദ്യോഗികമായി തീരുമാനമെടുത്തത്. തുടർന്ന് V മുരളീധരൻ്റെയും K സുരേന്ദ്രൻ്റെയും ഒക്കെ പത്രസമ്മേളനങ്ങളിൽ നിന്ന് ഏഷ്യാനെറ്റ് പ്രതിനിധികളെ ഇറക്കിവിടുന്ന സംഭവം വരെ ഉണ്ടായി. കഴിഞ്ഞ കുറേ കാലങ്ങളായുള്ള ഏഷ്യാനെറ്റിൻ്റെ ദേശവിരുദ്ധ സമീപനം അതിൻ്റെ എല്ലാ സീമകളും ലംഘിച്ചിരിക്കുന്നുവെന്നാണ് BJP ഔദ്യോഗിക പ്രസ്താവന തന്നെ നടത്തിയത്. കഴിഞ്ഞ കുറേ കാലങ്ങളായുള്ള ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ ദേശവിരുദ്ധ സമീപനം അതിൻ്റെ എല്ലാ സീമകളും ലംഘിച്ചിരിക്കുകയാണെന്ന് സമകാലീന സംഭവങ്ങൾ വീണ്ടും തെളിയിക്കുകയാണ്. ബംഗാൾ ഇന്ത്യയിലല്ലെന്നും സംഘികൾ ചാവുന്നത് വാർത്തയാക്കില്ലെന്നും നിങ്ങൾ വേണമെങ്കിൽ കണ്ടാൽ മതിയെന്നുമുള്ള ധിക്കാരം ഒരു നൈമിഷിക പ്രതികരണമായി കാണാനാവില്ല എന്നാണ് BJP വിലയിരുത്തിയത്. രാജ്യ താൽപ്പര്യങ്ങളെ ഇത്ര കണ്ട് ഹനിക്കുന്ന ഏഷ്യാനെറ്റുമായി സഹകരിക്കാൻ BJPക്കോ മറ്റ് ദേശീയ പ്രസ്ഥാനങ്ങൾക്കോ സാധിക്കില്ല എന്നാണ് BJPയുടെ പ്രസ്താവനയിൽ പറഞ്ഞത്. വാർത്തയിലും വാർത്താധിഷ്ഠിത പരിപാടികളിലും BJPയെയും ദേശീയ പ്രസ്ഥാനങ്ങളെയും നിരന്തരമായി അവഹേളിക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്ന നിലപാടാണ് കാലാകാലങ്ങളായി ഏഷ്യാനെറ്റ് തുടരുന്നത്. അതുകൊണ്ട് തന്നെ ഏഷ്യാനെറ്റുമായി നിസ്സഹകരണം ആരംഭിക്കാൻ ഭാരതീയ ജനതാ പാർട്ടി കേരള ഘടകം തീരുമാനമെടുത്തിരിക്കുന്നുവെന്നായിരുന്നു BJP പുറത്തിറക്കിയ പത്രക്കുറിപ്പ്.
ഏഷ്യാനെറ്റിൻ്റെ തിരുവനന്തപുരത്തെ സീനിയർ റിപ്പോർട്ടറായ PR പ്രവീണയോട് കോട്ടയത്ത് നിന്ന് ഒരു യുവതി ടെലിഫോണിൽ ചില കാര്യങ്ങൾ ചോദിച്ചപ്പോഴായിരുന്നു പൊട്ടിത്തെറിക്കുന്ന ചില പ്രതികരണങ്ങൾ ഉണ്ടായത്. ഇത് BJPയെ ശരിക്കും വെട്ടിലാക്കിയിരുന്നു. ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് BJPയെയും ഒപ്പം UDFനെയും ആക്ഷേപിക്കുന്ന തരത്തിൽ ചില നുണക്കഥകൾ പ്രചരിപ്പിക്കാൻ ഏഷ്യാനെറ്റ് ശ്രമങ്ങൾ നടത്തിയെന്നാണ് പിന്നീട് BJP ആരോപിച്ചത്. ഇക്കാര്യം സ്ഥിരീകരിക്കുന്ന തരത്തിൽ ചില ഇമെയിലുകളും അവർ പുറത്തുവിട്ടിരുന്നു. K. സുരേന്ദ്രനും V. മുരളീധരനും അടക്കം പല BJP നേതാക്കളും ഏഷ്യാനെറ്റിനെ പരസ്യമായി വെല്ലുവിളിച്ചു. ഏഷ്യാനെറ്റ് തിരികെയും അവരെ അത്തരത്തിൽ തന്നെയാണ് നേരിട്ടത്. കൊടകര കുഴൽപ്പണക്കേസിൽ ഉൾപ്പെടെ BJP നേതാക്കളെ ശരിക്കും വെട്ടിലാക്കുന്ന നിരവധി വാർത്തകളാണ് ഏഷ്യാനെറ്റ് തുടർന്ന് സംപ്രേക്ഷണം ചെയ്തത്. ഈ കാലഘട്ടത്തിലൊക്കെ ഏഷ്യാനെറ്റും BJPയുമായുള്ള പ്രശ്നങ്ങൾ രാജീവ് ചന്ദ്രശേഖർ മധ്യസ്ഥരിലൂടെ സംസാരിച്ചു തീർക്കുന്നു എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ടായിരുന്നു. എന്നാൽ ഏഷ്യാനെറ്റിൻ്റെ എഡിറ്റോറിയൽ ടീം പൂർണ്ണമായി ഇത്തരം നീക്കങ്ങളെ നിരുത്സാഹപ്പെടുത്തി. നേരത്തെ CPMുമായി ഏഷ്യാനെറ്റിന് ചില പ്രശ്നങ്ങൾ നേരിട്ടപ്പോൾ AKG സെൻറ്ററിലെത്തി ഏഷ്യാനെറ്റിൻ്റെ ഏറ്റവും മുതിർന്നവർ ക്ഷമാപണം നടത്തിയെന്ന് വരെ വാർത്തകൾ വന്നിരുന്നു. അതിനിടയിലാണ് പൂർണ്ണമായും BJPയോട് ഏഷ്യാനെറ്റ് മുഖം തിരിച്ചു കളഞ്ഞത്. ഒരു വശത്ത് ഏഷ്യാനെറ്റ് പൂർണ്ണമായും BJPയോട് മുഖം തിരിച്ചപ്പോഴും രാജീവ് ചന്ദ്രശേഖറിൻ്റെ പിടി ഒട്ടും അയഞ്ഞില്ല എന്നാണ് കാര്യങ്ങൾ വ്യക്തമാക്കുന്നത്. ഏഷ്യാനെറ്റിൻ്റെ ഉടമ എന്നുള്ള നിലയിൽ രാജീവ് ചന്ദ്രശേഖറിന് വലിയ സ്വാധീനമുണ്ട്. സ്വന്തം സ്ഥാപനം ഇങ്ങനെ BJPക്കെതിരെ ശക്തിയുക്തം പ്രവർത്തിക്കുമ്പോൾ എങ്ങനെയാണ് രാജീവ് ചന്ദ്രശേഖർ മന്ത്രിസഭയിലെത്തിയത്? അതാണിപ്പോൾ കേരളത്തിലെ BJP നേതാക്കൾക്ക് വലിയ തലവേദനയായിരിക്കുന്നത്. തൃശൂർ ദേശമംഗലം കൊണ്ടിയൂർ റിട്ടയർഡ് എയർ കമാൻഡർ MK ചന്ദ്രശേഖരൻ്റെയും ഉണ്ണിയാട്ടിൽ ആനന്ദവല്ലിയമ്മയുടെയും ഏക മകനാണ് രാജീവ് ചന്ദ്രശേഖർ. മണിപ്പാൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ നിന്ന് എഞ്ചിനീയറിംഗ് പഠനശേഷം ചിക്കാഗോയിലെ ഇല്ലിനോയ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ നിന്ന് കമ്പ്യൂട്ടർ സയൻസിൽ ബിരുദാനന്തര ബിരുദവും നേടി. ഹാർവാർഡ് സർവകലാശാലയിൽ നിന്ന് അഡ്വാൻസ്ഡ് മാനേജ്മെൻറ്റ് പ്രോഗ്രാമും പൂർത്തിയാക്കി. 85-91 കാലയളവിൽ സിലിക്കൺ വാലിയിൽ ടെക്നോളജി പ്രൊഫഷണലായി പ്രവർത്തിച്ചു, അതും ഇന്റൽ ഗ്രൂപ്പിൽ. 91-ൽ ഇന്ത്യയിൽ തിരിച്ചെത്തിയ ശേഷം BPL സിസ്റ്റംസ് ആൻഡ് പ്രോജക്റ്റിൻ്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായി. തുടർന്ന് BPL ഇന്നൊവേഷൻസ് ബിസിനസ് ഗ്രൂപ്പിന് നേതൃത്വം നൽകി. ഇന്ത്യയിൽ മൊബൈൽ വിപ്ലവം യാഥാർത്ഥ്യമാക്കിയ സംരംഭകരിൽ ഒരാൾ തന്നെയാണ് ബംഗളൂരുവിലെ ഈ വൻ വ്യവസായി. രാജീവ് ചന്ദ്രശേഖരൻ്റെ ഈ മന്ത്രിസ്ഥാനം തീർച്ചയായും ഏഷ്യാനെറ്റിൽ പല പൊളിച്ചെഴുത്തുകൾക്കും കാരണമാകും. തീവ്ര മാർക്സിസ്റ്റ് നിലപാടുകൾ പിന്തുടരുന്ന മാധ്യമപ്രവർത്തകരാണ് ഇന്ന് ഏഷ്യാനെറ്റിനെ നയിക്കുന്നത്. അതിൽ ഒരു സമൂല മാറ്റം വരുത്തുക തന്നെയാണ് ഇപ്പോൾ ചിലർ ലക്ഷ്യമിടുന്നത്. മനോജ് K. ദാസിൻ്റെ കടന്നുവരവ് ഒരുപക്ഷെ ഒരു പുതിയ ചേരിതിരിവ് ഉണ്ടാക്കിയേക്കാം. ഒരുപക്ഷെ ഏഷ്യാനെറ്റിലെ ഏറ്റവും മുതിർന്ന ചില പത്രപ്രവർത്തകർ രാജിവെച്ചൊഴിയാനും ഇതിടയാക്കും. 2014-15 കാലഘട്ടത്തിൽ ഏഷ്യാനെറ്റിനെതിരെ ഏറ്റവും ശക്തമായ നിലയിൽ നീങ്ങിയിരുന്നത് CPM ആയിരുന്നു. അങ്ങനെയെങ്കിൽ ഇപ്പോൾ വർഷങ്ങൾക്ക് ശേഷം ഏഷ്യാനെറ്റിനെതിരെ BJP നീങ്ങുന്ന ഒരു അപൂർവ കാഴ്ച. 2017-18 കാലഘട്ടത്തിൽ CPMനെതിരെ ഏറ്റവും ശക്തമായി ഏഷ്യാനെറ്റ് നിലകൊണ്ടിരുന്നു. അന്ന് ഏഷ്യാനെറ്റിനെതിരെ ശക്തമായ ഒരു പ്രതിഷേധ ജ്വാല ആളിക്കത്തിക്കാൻ CPM ശ്രമിച്ചിരുന്നു. ഏഷ്യാനെറ്റ് എന്ന ഒരു ചാനൽ വഴി ഈ സർക്കാരിനെ അട്ടിമറിക്കാനും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ തകർക്കാനും നിങ്ങൾ ആരുടെ അച്ചാരം വാങ്ങിയാണ് ഇറങ്ങിയിരിക്കുന്നതെന്ന് പാർട്ടിയിലെ തന്നെ മുതിർന്ന നേതാക്കൾ ഉച്ചത്തിൽ വിളിച്ചു ചോദിച്ചിരുന്നു. മലയാളികൾക്ക് കൂടുതലൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല രാജീവേ, കുതികാൽ വെട്ടിയും ചതിച്ചും ഇനിയും നിങ്ങൾ പുതിയ മേച്ചിൽപ്പുറങ്ങൾ തേടുക എന്ന് ഔദ്യോഗികമായി തന്നെ അന്ന് CPM പ്രതികരിച്ചിരുന്നു. നിങ്ങൾ ആരാണെന്നും എന്താണെന്നും എന്തു പറയുമെന്നും ഞങ്ങൾ മലയാളികൾക്കറിയാമെന്നായിരുന്നു അന്ന് CPM പറഞ്ഞിരുന്നത്. പിന്നീട് ഏഷ്യാനെറ്റ് കട്ട CPM ചായ്വിലേക്ക് മറിയുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. 1991-ലാണ് രാജീവ് ചന്ദ്രശേഖരും TPG നമ്പ്യാരുടെ മകൾ അഞ്ജുവുമായുള്ള വിവാഹം നടന്നത്. വിവാഹത്തോടൊപ്പം തന്നെ രാജീവിനെ BPLൻ്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായി അമ്മായിപ്പൻ ഉയർത്തിയിരുന്നു. ആദ്യഘട്ടത്തിൽ കമ്പനിയുടെ 61% ഓഹരികളും TPG നമ്പ്യാരുടെ കയ്യിൽ തന്നെയായിരുന്നു. മൊബൈൽ സേവന രംഗത്തും ചുവടുറപ്പിച്ചതോടെ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ബ്രാൻഡുകളിലൊന്നായി മാറിയിരുന്നു BPL.
തുടർച്ചയായി കമ്പനിയുടെ ലാഭം ഉയർത്തിക്കൊണ്ട് ആ കമ്പനി മുന്നേറുന്ന കാഴ്ചയും നമ്മൾ കണ്ടു. 2005 ജൂലൈയിൽ രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹത്തിൻ്റെ മുഴുവൻ ഓഹരികളും മുംബൈ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന SR ഗ്രൂപ്പിന് വിറ്റു. കമ്പനിയുടെ 64% ഓഹരികളാണ് ഇത്തരത്തിൽ രാജീവ് ചന്ദ്രശേഖർ അന്ന് മുംബൈ ഗ്രൂപ്പിന് വിറ്റത്. ഇത് കമ്പനിയിൽ വലിയ പൊട്ടിത്തെറികൾക്ക് കാരണമായി. എന്തിനേറെ TPG നമ്പ്യാർക്ക് പോലും ഇത് സഹിക്കാവുന്നതിൽ അപ്പുറമായിരുന്നു. എന്നും ബിസിനസ്സിലെ ഒരു റൈറ്റ് എക്സിറ്റ് റൈറ്റ് എൻട്രി എന്ന പോളിസിയുടെ ഉടമ തന്നെയായിരുന്നു രാജീവ് ചന്ദ്രശേഖർ. കേരളത്തിൽ ഏഷ്യാനെറ്റിൻ്റെ പിടിമുറുക്കുമ്പോഴും കൃത്യമായി മാർക്സിസ്റ്റ് പാർട്ടിയോട് അടുപ്പം പാലിക്കാനും ഒപ്പം BJPയെ എതിർക്കാനും ശ്രമിക്കുന്ന ഒരു വ്യവസായ തന്ത്രം തന്നെയാണ് രാജീവ് ചന്ദ്രശേഖർ പയറ്റിയത്. അതുകൊണ്ട് തന്നെ ഏഷ്യാനെറ്റിലുള്ള മിക്ക ജേർണലിസ്റ്റുകളും ഒരു മാർക്സിസ്റ്റ് അനുഭാവമുള്ളവർ. എല്ലാത്തിനും മാറ്റം വരും എന്നാണ് BJP നേതാക്കൾ തന്നെ ഇപ്പോൾ ഉച്ചത്തിൽ പറയുന്നത്. മനോജ് കെ ദാസിൻ്റെ വരവ് അതിന് വഴിത്തിരിവാകുമോ? കാത്തിരുന്ന് കാണാം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്.